ഹലോ വിഡീസ്, ഞങ്ങൾ ഇന്ന് ക്രൈസ്റ്റ് കോളേജിലേക്ക് ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഐഡീസിൻ്റെ ഭാഗമായിട്ട് പോവാം കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിക്കേണ്ടത് ഈ ഞങ്ങൾ ആരാന്നല്ലേ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് പോകെ പറയാം. പിന്നെ ഞാൻ ഈ ബസ് കാത്തൊക്കെ നിന്നു, ബസ് കയറി. ഇത് അവിടെ എത്തിയപ്പോൾ ഞാൻ പറയില്ലേ, ഞങ്ങൾ അതിലൊരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൻ്റെ പേര് ജോൺ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടിയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. ഇതാണ് എക്സിബിഷൻ. ഒരു രക്ഷയില്ലാത്തൊരു എക്സിബിഷൻ ആയിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കീച്ചെയിൻ. പിന്നെ ഈ ഒരു സെക്ഷൻ കണ്ടില്ലേ, ലേഡീസിന് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. ബോസ് ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ, മാല, അങ്ങനെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് അവിടെ നിന്ന് സെക്ഷനിൽ നിന്ന് പോകാനും തോന്നിയില്ല. അപ്പോൾ അതേ കീച്ചെയിൻ സെക്ഷൻ, കുറേ ക്യാരക്ടേഴ്സിൻ്റെ കീച്ചെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഇപ്പം ഞാൻ ഒരാളെ കാണിച്ചു തരാം. കണ്ടില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതാരാന്ന്. അറിയണവർ പറയട്ടോ. പിന്നെ ഇതും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അവിടെ നമ്മുടെ ഗിഫ്റ്റ് പൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഇത് പിന്നെ പെൻസിലുകൊണ്ട് സ്കെയിലുകൊണ്ട് മാത്രം വരച്ചിട്ടുള്ള വർക്കാട്ടോ. ഇത് എത്ര അവേഴ്സ് എടുത്തിട്ടാണെന്ന് പറയാം അവർ കംപ്ലീറ്റ് ചെയ്തേ. പിന്നെ ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു. എന്തോരം ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അവിടെ പോയിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നോക്കി. അവിടെ ഇയറിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിയായിരുന്നു. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ആൻഡ് ഇതേ ബാക്കി രണ്ടുപേരും ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മളുടെ കൂടെ. ഇത് ശാലിനും ബെൻസിനുമാണ്, ജോണിൻ്റെ ബെസ്റ്റ് ബഡീസ് ആട്ടോ. ഇത് പിന്നെ നമ്മുടെ ഗായത്രി കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഗായത്രി കുട്ടീനെ. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, ആ ഷോപ്പിലോട്ട് പിന്നെയും വന്നിട്ട്, ഷോപ്പല്ല സ്റ്റാളിലോട്ട് പിന്നെയും വന്നിട്ടുണ്ട്. കാരണം എനിക്കിവിടെ എന്തോ ഭയങ്കര അട്രാക്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ഒരു അട്രാക്ഷൻ ഈ ഒരു കടയിലോട്ട്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസ്, ഇതൊക്കെ നോക്കി എന്ത് രസമല്ലേ. ആ ബീറ്റ് വർക്ക്സ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര രസമായിരുന്നു. അവിടെ ഓരോ സാധനങ്ങളെടുത്ത് നോക്കുമ്പോൾ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. കണ്ടോ, അവിടെ മറ്റേ ഗ്ലാസിൻ്റെ ഒക്കെ ക്ലിപ്പൊക്കെയാണത്. ഈ ചേച്ചിയും വേറൊരു കുട്ടിയും കൂടിയാണെന്ന് നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇവരുടെ ഇൻസ്റ്റയിൽ ഞാൻ താഴെ കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഗായു മോൾ. അവളും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ കഴിഞ്ഞ് മെല്ലെ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന്. കാരണം ഇനി നമുക്ക് ലേറ്റ് ആക്കാനില്ല. ജോൺ എന്നെ അവിടെ നിന്ന് ബസ് കയറ്റി വിട്ടു. ഞാൻ അവർക്ക് ബായൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു. കാരണം ഞാൻ അവിടെ ഇരുന്നാലും കൂടെ അങ്ങനെ ഫസ്റ്റ് ടൈമാണ്, ഞാൻ അങ്ങനെ പോയിട്ടില്ല. എനിക്ക് ആകെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ബസ്സിൽ കയറുമ്പോഴും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയിരുന്നു. ഈ ആംഗിൾ ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഫേസ് എടുത്തത് വേറെ ഒന്നുമല്ല. ഞാൻ വീഡിയോ എടുത്തു, പക്ഷേ ഫേസ് ഇടട്ടേന്ന് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. അതുകൊണ്ടാണ്. പിന്നെ ആളുടെ പെർമിഷൻ ഇല്ലാണ്ട് ഇടുന്നത് ശരിയല്ല. പിന്നെ ഞങ്ങൾക്ക് ബ്ലോക്കൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി.